തലമുറയായി വാർത്തെടുക്കുന്നതിനോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന നേതൃനിരയായി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ യെസ് ഇന്ത്യ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ലീഡർഷിപ്പ് ഇന്ത്യ. യുവതലമുറയിൽ നേതൃപാഠവും നൈപുണ്യവും വളർത്തുന്നതിനായി ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലീഡർഷിപ്പ് ഇന്ത്യയുടെ കീഴിൽ നടക്കുന്ന ഓൺലൈൻ പരിശീലന പരിപാടിയാണ് അനോഗ 2.0. ഇന്ന് നമുക്ക് നേതൃപാഠത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തരാൻ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് ഫറൂഖ് ട്രെയിനിങ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും മോട്ടിവേഷൻ സ്പീക്കറും 20ഓളം ജേർണലുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ശ്രീ KM ഷെരീഫ് സാറാണ്. ഷെരീഫ് സാറിനെ ഞാൻ ആദ്യം തന്നെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഷെരീഫ് സാറിന്റെ വാക്കുകളിലേക്കാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഷെരീഫ് സാറിലേക്ക് നമുക്ക് പോകാം. ഓവർ ടു ഷെരീഫ് സർ. ഹസ്ന, എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണല്ലോ പറഞ്ഞതല്ലേ? കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ. ഓക്കെ. എന്റെ ക്യാമറ ഇവിടെ കറക്റ്റ് ആയിട്ട് നിൽക്കാത്തതുണ്ട്, സോറി, ഒരു സെക്കൻഡ്. ഗുഡ് ഈവനിങ് ടു ഓൾ. ഐ തിങ്ക് അക്ഷയ് ഈ ഗ്രൂപ്പിലുണ്ടോ? എന്നെ ക്ഷണിച്ചിരുന്ന അക്ഷയായിരുന്നു. ഏതായാലും എന്നെ സ്വാഗതം ചെയ്ത ഹസ്ന, മറ്റുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളെ പോലെയുള്ള യങ് വൈബ്രന്റ് യെസ് ഇന്ത്യയുടെ അർത്ഥത്തിൽ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ വൈബ്രന്റ് ആയ, നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് യെസ് ഇന്ത്യയുടെ പ്രവർത്തകരൊക്കെ എനിക്ക് പരിചയമുണ്ട്. അതിൽ നിന്ന് പിന്നീട് വളർന്ന് നല്ല ലീഡർഷിപ്പ് രംഗത്തേക്ക് എത്തിയ ഒരുപക്ഷെ മറ്റു NGO അടക്കം ആരംഭിച്ച യെസ് ഇന്ത്യയുടെ പ്രവർത്തകരൊക്കെ എനിക്കറിയാം. അവരൊക്കെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരോടൊക്കെ പോലെയുള്ള ഒരു വൈബ്രന്റ് ഗ്രൂപ്പാണ് നിങ്ങളെന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ആരംഭിക്കുന്നത്. ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമുക്ക് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു പ്രത്യേകിച്ച് ഓൺലൈൻ മോഡിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ, ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. പകരം നമുക്ക് ഈ നല്ല വൈകുന്നേരം കുറച്ച് സംസാരിച്ചിരിക്കാം, പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ചിരിക്കാം. അതിന് നിങ്ങളും കൂടെ എന്നോടൊപ്പം കൂടുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ചില ഔട്ട്പുട്ടുകളൊക്കെ കിട്ടും. ആ ഔട്ട്പുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ കൂടിയിരിപ്പിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. അതിന് നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒരു ചെറിയ ഒരു ആക്ടിവിറ്റി തരാന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്നത് പോലെ ഇരിക്കും ചിലര് ഈ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരുടേതായിരിക്കുന്ന ജോലിക്ക് പോകും. ചിലര്, കാരണം ഞാൻ കുറച്ചു കാലമായിട്ട് ഈ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടിലൊരാൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ ഓൺലൈനിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഞാൻ വലിയ വിചാരത്തിലായിരുന്നു. എല്ലാ കുട്ടികളും എന്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെയൊക്കെ സങ്കല്പിച്ചിട്ടായിരുന്നു ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. പക്ഷെ എന്റെ വീട്ടിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെ ആരും ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നൊന്നും ഇല്ല. ചിലര് കിടക്കും, ചിലര് നടക്കും, ചിലർ അതവിടെ ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ പണികൾ ചെയ്യും. പിന്നെ പുരികം ത്രെഡ് ചെയ്യലും പിന്നെ മുഞ്ചുകൂട്ടലും അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത് ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ ഇടക്കായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കാൻ വേണ്ടി ചെറിയ ഒരു ഗെയിം വളരെ തമാശയായിട്ട് കണ്ടാൽ മതി. അപ്പൊ ഞാൻ നിങ്ങളെ കോർപ്പറേഷൻ എങ്ങനെ ഉദ്ദേശിക്കുന്നെങ്കിൽ വെച്ചാല്, എല്ലാവരും കൂടെ മൈക്ക് ഓൺ ചെയ്താൽ വലിയ പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് പാട്ടൊക്കെ പാടാൻ കഴിവുള്ളവർ മൈക്ക് ഓൺ ചെയ്തിട്ട് നമ്മൾ പാട്ടൊക്കെ വരുമ്പോൾ പാടാം.
സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും പറ്റുന്നത്ര മൈക്ക് ഓൺ ചെയ്യാതിരിക്കാം. എല്ലാവരും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഓൺ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ചാറ്റ് ഇങ്ങനെ വായിച്ചിട്ടാണ് മുന്നോട്ട് പോകുക. അപ്പൊ നിങ്ങൾക്ക് അതിന് മറുപടികൾ ഞാൻ പറയും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതും നിങ്ങൾക്ക് അത് നല്ല ഇഷ്ടം പോലെ സ്മൈലി ഉണ്ടല്ലോ, വെറുതെയുള്ള സ്മൈലി വേണ്ട. നിങ്ങൾക്ക് അത് മനസ്സിലായില്ല. ഞാൻ ഏതെങ്കിലും ഒരു വിറ്റൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിരിക്കുന്നുണ്ട് എന്ന് തോന്നിയാലാണ് അടുത്ത വിറ്റ് പറയാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക. ഞാൻ വിറ്റ് പറയാൻ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്, എങ്കിലും എന്തെങ്കിലുമൊക്കെ വിറ്റ് വന്നു പോയാൽ നിങ്ങൾ ചിരിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഒരു മനസ്സമാധാനം കിട്ടും. അപ്പൊ അതിനൊക്കെ പറ്റിയ ഒരുപാട് സ്മൈലികൾ ഉണ്ട്. ആ സ്മൈലികളൊക്കെ ഉപയോഗിക്കുക. അപ്പൊ ഒന്ന് ചാറ്റ് ബോക്സിൽ സജീവമായി നിൽക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും ഇപ്പൊ തന്നെ പോയോ? ജോയിൻ ചെയ്യുമ്പോഴെങ്കിലും കുറച്ച് പേര് ഉണ്ടാവാറുണ്ടായിരുന്നല്ലോ. ആ ആ ഓക്കെ, ഇൽത്താഫ് അല്ലേ? ഓക്കെ, അടിച്ചിട്ടുണ്ട്. ഷിബിൽ ഓക്കെ ഓക്കെ, താങ്ക് യു. കലി ഓക്കെ, സെറ്റ് ഓക്കെ, സെറ്റ്. ഷെഫീൻ, അപ്പൊ നല്ല നല്ല ടീം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഇത്രയൊക്കെ മതി എനിക്ക്. കുറച്ചുപേരൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടെന്ന് തോന്നിയാൽ മതി. അപ്പോ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യം എന്ന് കേൾക്കുമ്പോൾ ആരും ഓടണ്ട. ചില ഞാൻ ചില ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നാറുണ്ട്. പിന്നെ ഇപ്പോ ഈ ഒരു അടുത്ത കാലത്താണ് കുറെ മനുഷ്യന്മാരെ പഠിപ്പിക്കാൻ പറ്റിയത്. ക്ലാസ് ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ വലിയ വലിയ ആൾക്കാരൊക്കെ പഠിപ്പിച്ചത്. പിന്നെ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ബിൻ ലാദനൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പം ബിൻ ലാദൻ ഉണ്ട് കയറി മറുപടി പറയും. പിന്നെ എന്താ ക്യൂൻ മേരി, അങ്ങനെ കുറെ പേരുകളായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഇങ്ങനെ പേരുകൾ കറക്റ്റ് സ്വന്തം പേരുകൾ തന്നെ കാണാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇസ്ന എന്ന പേര് ആ, ഞാൻ ഞാൻ തന്നെ ഊഹിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞ. കാരണം ഇനിയിപ്പോ അങ്ങനെ ഒരു പേരിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ നമ്മൾ കുറച്ചുകൂടി വെർച്വൽ വേൾഡിലെ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിലെ സിറ്റിസൺസ് ആയിട്ട് നെറ്റിസൺസ് എന്നായിരുന്നു അവരെ ഒരു കാലത്ത് വിളിച്ചിരുന്നത്. അപ്പൊ നെറ്റിലെ ഒരു സിറ്റിസൺ ആണ് ഒരു ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത്. നമ്മളൊരു കാലത്ത് ഈ നെറ്റിന്റെ പേടി ആയതുകൊണ്ട് നമ്മൾ പല വ്യാജ ഇമെയിൽ ഐ ഡികളിലും വ്യാജ പ്രൊഫൈലുകളൊക്കെ ആയിരുന്നു നമ്മളുടെ പ്രധാന പരിപാടി. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി ധൈര്യം വെച്ചത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി നമ്മളുടെ ഒറിജിനൽ പേരിൽ തന്നെ നെറ്റിസൺസ് ആയി മാറിയിട്ടുണ്ട്. നെറ്റിസൺസിന്റെ ഒരു വലിയ പ്രത്യേകത അതായിരുന്നു. ഓക്കെ, അപ്പം എല്ലാ ആളുകളും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഓടണ്ട, ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മളുടെ ഈ മലയാളികളുടെ കുറെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മളിപ്പോ നമ്മളുടെ മൃഗം, നമ്മളുടെ പക്ഷി, അങ്ങനെയൊക്കെ ഓരോ സാധനമില്ല. അപ്പൊ നമ്മളുടെ കലാരൂപം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നമ്മളുടെ പക്ഷി വേഴാമ്പലാണ്. കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന പക്ഷി അത്ര വേഴാമ്പൽ. അതുകൊണ്ടാണ് മലയാളികൾ കേരളത്തിന്റെ പക്ഷിയായിട്ട് വേഴാമ്പലിനെ സ്വീകരിച്ചത്. ആനയാണ് നമ്മളുടെ മൃഗമായി നമ്മൾ സ്വീകരിച്ചത്. നമ്മളുടെ ഒരു ഐഡന്റിറ്റിയാണ് ആന എന്നുള്ളത് കൊണ്ട്. അതേപോലെ കേരളത്തിന്റെ കലാരൂപം എന്ന് വിളിക്കുന്ന കലാരൂപം ഏതാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ സ്പീഡിൽ ഉത്തരം തരണോ? എന്നാലേ ഇത് സമയം. കഥകളി, കഥകളി. ഓക്കെ ഓക്കെ, കഥകളി. ഓക്കെ, എല്ലാവർക്കും ഉത്തരം അറിയാവുന്ന ടൈപ്പില്ലത്. ആരെങ്കിലും ഒരാളെങ്കിൽ തെറ്റിച്ചാൽ എനിക്ക് അതിന്റെ മുകളിൽ കയറി പറയായിരുന്നു. എനിവേ, അങ്ങനെയാണെങ്കിൽ മലയാളിയുടെ മൃഗമുള്ളതുപോലെ മലയാളിക്ക് ഒരു കഥകളി അല്ലെങ്കിൽ ഒരു കലാരൂപം ഉള്ളതുപോലെ മലയാളിക്ക് ഒരു പക്ഷി ഉള്ളതുപോലെ മലയാളിക്ക് ഒരു ആനവണ്ടി എന്ന് പറയുന്ന KSRTC വണ്ടി ഉള്ളതുപോലെ ഒക്കെ വേണേ നമുക്ക് മലയാളിയുടെ ഒരു പാട്ട് ഉണ്ടാക്കിക്കൂടെ? അങ്ങനെയാണ് എങ്കിൽ ഏതായിരിക്കും കേരളത്തിന്റെ തനത് പാട്ട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പാട്ട്, അല്ലെങ്കിൽ മലയാളത്തിന്റെ പാട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പാട്ട് ഏതായിരിക്കും? അങ്ങനെ പാട്ട് തരാൻ പറഞ്ഞു നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ കരിയിൽ അന്തം വിടും. അങ്ങനെ ഒരു പാട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു രൂപം പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു പാട്ടുണ്ടാവുകയാണെങ്കിൽ റാഷിദ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏത് പാഠം നമുക്ക് കൊടുക്കാൻ പറ്റുക? തെറ്റായിക്കോട്ടെ, നിങ്ങൾ പറയുന്ന ഉത്തരത്തിന് ഈ ലോകത്ത് മഹാന്മാരായ ലീഡർക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ? തെറ്റായ ഉത്തരങ്ങളെ അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നന്മയുള്ള ലോകമുള്ള പാട്ടല്ല ഉദ്ദേശിച്ചത്. ഇപ്പോ മാപ്പിളപ്പാട്ട്, പിന്നെ അങ്ങനെയുള്ള കുറെ പാട്ടുകൾ, വടക്കൻ പാട്ട്, നാടൻ പാട്ടുകള്, ആ വഞ്ചിപ്പാട്ട്, അങ്ങനെയൊക്കെയുള്ള കുറെ പാട്ടില്ലേ? ഷെഫീന് പറയും നാടൻ പാട്ട്. കഥകളി എന്ന് പറയുന്നത് പോലുള്ള ഒരു പാട്ടാണ് പറയുന്നത്. അത് ഒരു കലാരൂപമാണ്. വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? വഞ്ചിപ്പാട്ട് എന്ന റാശി. വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ?
മലബാറുകാർ കൂടുതലില്ലേ ഇതില്? മാപ്പിളപ്പാട്ടിനെ വിട്ട് കളഞ്ഞു. ഓക്കെ, എനിവേ, ശരിക്കും എനിക്കും തോന്നിയ ഒരു കാര്യം മലയാളത്തിന്റെ പാട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാല് വഞ്ചിപ്പാട്ടായിരിക്കും എന്ന്. കാരണം നമ്മളൊരു കേരളത്തിന്റെ ഒരു സീനറി, പ്രത്യേകിച്ച് പിന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു പരസ്യത്തിന്റെ ഒക്കെ സീനറി എടുത്തു നോക്കിയാല് ആ സീനറിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു കഥകളിത്തല ഉണ്ടാവും എല്ലാ സീനറിയിലും, ഒരു കായൽ ഉണ്ടാവും, കായലിൽ ഒരു വഞ്ചി ഉണ്ടാവും, അല്ലെ? ഒരു തെങ്ങ് കായലിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടാവും. അപ്പൊ കേരളത്തിന്റെ വൃക്ഷം തെങ്ങാവുകയും കേരളത്തിന്റെ സീനറി കായലാവുകയും കേരളത്തിന്റെ കലാരൂപം കഥകളി ആവുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു പ്രധാന സാധനമാണ് വഞ്ചി. അങ്ങനെയാണെങ്കിൽ വഞ്ചിയുടെ പാട്ടല്ലേ, വഞ്ചി ഓടിക്കുമ്പോൾ പാടുന്ന പാട്ടായിരിക്കില്ലേ കേരളത്തിന്റെ പാട്ട്? എല്ലാവർക്കും വഞ്ചിപ്പാട്ട് അറിയാവോ? വഞ്ചിപ്പാട്ട് അറിയാവോ? ആരെങ്കിലും പാടുന്നവരുണ്ടോ ഇവിടെ? ഈ ഈ ലോകത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ എന്റെ ഒന്നാമത്തെ പോയിന്റ് അതാണ്. വേറെ ഒരാള് നമ്മളെ തള്ളി മുന്നോട്ടാക്കുന്നതിന് പകരം ഞാൻ മുന്നോട്ട് വരാം എന്ന് വിചാരിക്കുന്നവർ മാത്രമേ ഈ ലോകത്ത് വിജയിക്കൂ. ഞാൻ ചെയ്യാം എന്ന് പറയുന്നവർ മാത്രമേ ഈ ലോകത്ത് വിജയിക്കുള്ളൂ. അവരാണ് ലീഡർ. അതായത് മുന്നോട്ട് പോകുന്നവർ മാത്രമേ മുന്നിലെത്തുകയുള്ളൂ. ഇത് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. മുന്നോട്ടുന്നവർ മാത്രമേ മുന്നിലെത്തുകയുള്ളൂ. ആരും ഈ ലോകത്ത് ആരെയും തള്ളി മുന്നോട്ടെത്തിക്കില്ല. അതുകൊണ്ട് മുന്നോട്ട് ചുവടുകൾ വെക്കുക. അതാണ് ലീഡർ ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പാടുമെന്ന് പറയുന്ന ആളാണ് എനിക്ക് വേണ്ടത്, വേറൊരാൾ പാടുമെന്ന് പറയുന്ന ആളാണ് എനിക്ക് വേണ്ടേ വേണ്ട. നിങ്ങൾ ആരെങ്കിലും പാടുമോ? ആരും പാടുന്നവരില്ലേ? ഈ ഗ്രൂപ്പിൽ ആരും പാട്ട് പാടുന്നവരില്ലേ? ലിയാന ഷെറിൻ അതിന്റെ വരി പറയുന്നുണ്ട്. പാടണം ലിയാന, പാടാൻ പറ്റുന്ന വെച്ച്. ഓ ദിത്തിത്താരാദിത്യത്തേ ദിത്തേ തകതേതേതും, അതാണ് എന്റെ ട്യൂൺ. പാടുന്നവരാരെങ്കിലും ഉണ്ടോ? എടീ, ഈ 16, 17, 18, 19, 20 പേരുണ്ട്. 20 പേരിൽ ആരും പാടുന്നവരില്ലേ? അത്രയും ആത്മവിശ്വാസം ഇല്ലാത്തവരാണോ നിങ്ങള്? എന്നാൽ എന്റെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാതെ മരിച്ചു പോകുന്ന മനുഷ്യരാണ്. കോവിഡ് അല്ല, സുനാമി അല്ല. ലോകത്തിൽ ഏറ്റവും വലിയ ദുരന്തം സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാതെ, സ്വന്തം കഴിവുകൾ തിരിച്ചറിയാതെ, സ്വന്തം കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാതെ മരിച്ചു പോകുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് ഇന്ത്യയുടെ ഒരു വളണ്ടിയർ ആവാൻ യോഗ്യരേ അല്ല. എന്താണ് എന്റെ കഴിവ് എന്ന് തിരിച്ചറിയുകയും ആ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മുന്നോട്ട് പോവാൻ പറ്റൂ. മുന്നോട്ട് പോകുന്നവരെ മുന്നിലെത്തുകയുള്ളൂ. ബാക്കി പുറകിൽ നിൽക്കുന്നവർ, മാറി നിൽക്കുന്നവർ മാറി നിൽക്കുക തന്നെ ചെയ്യും. പാർശ്വവൽക്കരിക്കപ്പെടുക തന്നെ ചെയ്യും. സൈഡിലേക്ക് പോവുക തന്നെ ചെയ്യും. എന്നാൽ മുന്നിലേക്ക് എത്താൻ കഴിയാതെ പല രീതിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ആളുകളെ നമ്മൾ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരികയും വേണം. അതിനാണ് നമ്മൾ സംവരണം എന്നൊക്കെ പറയുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചവിട്ടി താഴ്ത്തിയവരെ കൈപിടിച്ച് കയറ്റുക. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് ആളുകളെ പിടിച്ച് കയറ്റാനുള്ള കരുത്ത് നമുക്ക് വേണം. നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമുക്ക് വേണം. ആ കരുത്തുണ്ടാവണമെങ്കിൽ അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകളെ മുന്നിലെത്തുകയുള്ളൂ എന്ന് ഞാൻ പറയുന്നു. അതിന് സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയുമ്പോൾ ഒരാൾക്ക് അയാളുടെ ആത്മാവിൽ വിശ്വാസം വരും. ആത്മാവ് എന്ന് പറയുന്നത് വേറെന്തോ സാധനങ്ങളൊന്നല്ല, അവനവന്റെ തന്നെ തിരിച്ചറിവാണ്. ആ ആത്മാവിലുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ, എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. എനിക്ക് എഴുതി കൊണ്ടുവന്ന് നോക്കി വായിക്കേണ്ടതില്ല എന്ന് എനിക്കറിയാവുന്നത് എനിക്ക് പറയാനുള്ള ഓരോ പോയിന്റുകളിലും എന്റെ തലയിലുണ്ട് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസത്തോടെ എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോ ആത്മാവിലുള്ള അഥവാ അവനവനുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസം. അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആത്മം അഥവാ എന്നെയാണ്. എന്നെ തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ നയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഞാൻ 4 കാര്യം പറഞ്ഞേ.
ഒന്ന്, മുന്നോട്ട് പോകുന്നവർ മാത്രമേ മുന്നിലെത്തുകയുള്ളൂ. രണ്ട്, സ്വന്തം കഴിവുകൾ തിരിച്ചറിയാതെ മരിച്ചു പോകുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം. മൂന്ന്, സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ സ്വന്തത്തിലുള്ള വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതിനെയാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ നയിക്കണമെങ്കിൽ ആദ്യം സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. ലീഡർഷിപ്പിന്റെ ബാലപാഠങ്ങളാണ്. പോട്ടെ, ഞാൻ തന്നെ പാടാം. എനിക്ക് പാടാൻ അറിഞ്ഞൂടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ആകെ 2 സ്ഥലത്തെ പാടാറുള്ളൂ. ഒന്ന് ബാത്റൂമിലും മറ്റൊന്ന് ക്ലാസ് റൂമിലും. ബാത്റൂമിൽ പാടുന്നത് ആരും കേൾക്കാതെ ഞാൻ എനിക്ക് തന്നെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ് റൂമിൽ പാടുന്നത് എന്റെ കുട്ടികള് ഞാൻ പോകുന്ന കാര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മലയാളമാണ് എന്റെ ഒരു സബ്ജക്ട്, സൈക്കോളജിയാണ് വേറൊരു സബ്ജക്ട്. മലയാളം സൈക്കോളജിയും കൂടിയാൽ പ്രാന്താവും എന്ന് എന്റെ സ്റ്റുഡൻസിന് എന്നോട് പറയാറുണ്ട്. ആ പ്രാന്ത് എനിക്ക് ഇത്തിരി ഉണ്ട് എന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് യാതൊരു ചമ്മലില്ലാതെ എവിടെയും പാടാൻ പറ്റും. നമുക്ക് ക്ലാസ് റൂമിലും ബാത്റൂമിലും ഞാൻ പാടാറുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതങ്ങ് സഹിച്ചേക്കുക. നിങ്ങൾ ആരെങ്കിലും പാടുമെങ്കിൽ ആ സഹനം നിങ്ങൾക്ക് വേണ്ടി വരില്ലായിരുന്നു. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതും, ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതും, കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ. അതല്ലേ വഞ്ചിപ്പാട്ടിന്റെ ഈണം. ഞാൻ ആ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലുള്ള ഒരു ചെറിയ പഴയ ഒരു പാട്ട്, ഒരു നാടൻ പാട്ടാണ് അത്. ആ നാടൻ പാട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ആ പാട്ടും നിങ്ങൾ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ നിങ്ങൾക്ക് പാടാൻ പറ്റുമോ എന്നൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ നിങ്ങൾ പാടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അത് എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. ഇനിവേ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ആ വലിയ പ്രതീക്ഷയോട് കൂടിയാണ്. അക്ഷയ് എനിക്ക് തന്ന പ്രതീക്ഷ നിങ്ങൾ കളയില്ല എന്ന് ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 4 വരിയാണ് ഇത്. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതും, മഴ പെയ്തു പുഴ വെള്ളം കര കവിഞ്ഞൊഴുകുമ്പോൾ പുഴ വക്കത്തിരിക്കുന്ന കുരുവിപ്പക്ഷി നിന്റെ ഈണ വന്നു വിളിക്കുമ്പോൾ കരയുകില്ലേ. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതും. പാടിയിരിക്കുന്നു. മഴ പെയ്തു പുഴ വെള്ളം കര കവിഞ്ഞൊഴുകുമ്പോൾ. ഒരു പക്ഷെ നിങ്ങൾ ഈ പാട്ടൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവാം. പഴയൊരു നാടൻ പാട്ടാണ്. അതിലെ ട്യൂൺ ഇങ്ങനെ ആയിരുന്നില്ല. പകരം സിനിമയിൽ ഇറങ്ങിയ ഒരു ട്യൂണിലാണ്. ഒരുപക്ഷെ അത് അതിന്റെ മുൻപുണ്ടായിരുന്നു. വളരെ മുമ്പ് R.K. മാമൻ എന്ന് റേഡിയോയിലൊക്കെ പറയുന്ന R. കനകാംബരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അച്ഛനുണ്ടായിരുന്നു, വലിയ പിന്നെ പാട്ടുകാരൻ, രാഘവൻ എന്നായിരുന്നു പേര്. മലയാളത്തിലെ ഒരുപാട് ഹിറ്റുകൾ എഴുതിയാണ്. അദ്ദേഹമാണ് ഇതിന് മ്യൂസിക് കൊടുത്തിരുന്നത്. അഹദോന്റെ തിരുനാമം മുഴുന്തുള്ള സമയത്ത് ചെയ്ത് കരം മൊത്തി കരഞ്ഞിടുന്നു. അതായിരുന്നു ഒരു ട്യൂൺ. ആ ട്യൂണിലൊന്ന് പാടി വെക്കി. മഴ പെയ്തു പുഴ വെള്ളം കര കവിഞ്ഞൊഴുകുമ്പോൾ പുഴ വക്കത്തിരിക്കുന്ന ഒരു പക്ഷി നിന്റെ ഈണ വന്നു വിളിക്കുമ്പോൾ കരയുകില്ലേ. ഒരു രക്ഷയില്ലാതെ പാടിയതാട്ടോ. അങ്ങനെ ക്ഷമിച്ചേക്ക്. എനിക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും പാടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ നിന്നതാണ്. ഓക്കെ, ഇനിയെങ്കിലും നിങ്ങൾ എന്നോട് സഹകരിക്കും. നിങ്ങൾ പാടണ്ട, വെറുതെ ചാറ്റ് ബോക്സിൽ എഴുതിയാൽ വിളിച്ച് പറഞ്ഞു വിട്ടാൽ മതി. ഞാൻ ഒരു ചെറിയ ഗെയിം ചെയ്യാൻ പോകുന്ന പറഞ്ഞില്ല. നിങ്ങൾ ആക്റ്റീവ് ആകൽ എനിക്ക് നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ടുള്ള ഒരു ഗെയിമാണ്. അതിന് ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് കുറച്ച് വാക്കുകൾ വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി. ഒന്നുകിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും പേനയും പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? പേനയും പേപ്പറൊക്കെ എടുത്തു വെക്കണേ. എടുത്തിട്ടുണ്ട്. ഓക്കെ. നിങ്ങള് 2 അക്ഷരമുള്ള കുറച്ച് വാക്കുകൾ, മലയാളമോ
ഇംഗ്ലീഷ് ആയാലും കുഴപ്പമില്ല, മലയാളത്തിൽ എഴുതുമ്പോൾ 2 അക്ഷരം വരുന്ന ഇംഗ്ലീഷ് വാക്കാലും കുഴപ്പമില്ല. ഇനി അതല്ല നിങ്ങൾക്ക് 2 അക്ഷരം കിട്ടുന്നില്ലെങ്കിൽ 4 അക്ഷരമായാലും കുഴപ്പമില്ല. 4 അക്ഷരമോ 2 അക്ഷരമോ ഉള്ള കുറച്ച് വാക്കുകൾ പറയാം, ഇഷ്ടമുള്ള വാക്ക് പറയാം. മലയാളത്തിലുള്ളതോ ഇംഗ്ലീഷിലുള്ളതോ ഏതായിക്കോട്ടെ. പക്ഷെ ഈ മലയാളത്തിൽ എഴുതുമ്പോൾ 4 അക്ഷരമോ 2 അക്ഷരമോ വരാൻ പാടുള്ളൂ. അതാണ് അതിന്റെ ഒരു നിബന്ധന. പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞാലേ ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ. എന്താണ് കേട്ടില്ല? കാഫയോ? കാക്ക. കാക്ക വഴി. ഒരാൾ ചാറ്റ് ബോക്സ് പറയുന്നുണ്ട് കാക്ക വഴി. വരട്ടെ, ചാറ്റ് ബോക്സിൽ എഴുതി വിട്ടാൽ മതി. ആ പുഴ. എന്തും പറയട്ടോ, 4 അക്ഷരമോ കുറെ വരകൾ ഒരുമിച്ച് പറയല്ലോ, എല്ലാവർക്കും പറയാൻ അവസരം കൊടുക്കും. കഥ, വീട്, ചായ, വടി. വരട്ടെ, 4 അക്ഷരം പറയട്ടോ. നിറം. ആഹാ, നല്ല പേര്. കണ്ടു. പോത്ത് എരുമാന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, 2 അക്ഷരം പാടുള്ളൂ. എരുമക്ക് 3 അക്ഷരം അല്ലേ? ഓക്കെ, കണ്ടു എന്നൊക്കെ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായതേ ഇല്ല. വരട്ടെ വരട്ടെ. മാൻ. മരം. മരം പറ്റും. മിഴി. ആഹാ, നല്ല വാക്ക്. മഴ. എല്ലാരും ഇതിൽ ചാറ്റ് ചെയ്യലിലേക്ക് ആരാണോ ചാറ്റ് ചെയ്യാത്തതെന്നുള്ള ഞാൻ നോക്കും, അവരെ ഞാൻ വിളിച്ചിട്ട് പാട്ട് പാടിപ്പിക്കും. മതി. മുഖം. മുഖം വന്നു. ചാറ്റ് ബോക്സിൽ ഹിസ്നായിരുന്നോ ഹസാനായിരുന്നോ സ്വാഗതം പറഞ്ഞിരുന്നത്? ഹിസാന. ഹസാന. ഹിസാനെ ഒന്ന് നോക്കണേ. ഈ ചാറ്റ് ബോക്സ് ആരാ തീരെ ഉപയോഗിക്കാത്തത്? നമ്മളുടെ ഈ ഇപ്പൊ 14, 15, 16, 18 പേരുണ്ട്. പേന. കഥ. റവ. ഇനിയുണ്ടല്ലോ ആളുകൾ ഇതുവരെ കാണാത്ത കുട. പറഞ്ഞവർക്ക് വീണ്ടും പറയട്ടോ, ഒരാളൊരു വാക്ക് മാത്രം പറഞ്ഞു, ഒരുമിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കത് എഴുതാൻ കഴിയില്ല. അതാ. കിളി. കാട്. കവി. പഴം. ഓക്കെ. പിന്നെ സുഖം. ആഹാ, സുഖം. ഒരു 2 വാക്കൂടെ മതി. കണി. അത് കൊള്ളാം, കണി കൊള്ളാം. കൂടെ പറഞ്ഞല്ലോ, കൂടെ നേരത്തെ പറഞ്ഞു പോയി. ദുഃഖവും കൂടി. സുഖം പറഞ്ഞാൽ പിന്നെ ദുഃഖം വേണല്ലോ അല്ലെ? ശരി ശരി. ഇനി 3 അക്ഷരമുള്ള 2 വാക്ക് പറഞ്ഞാൽ മതി. 3 അക്ഷരമുള്ള 2 വാക്ക്. സഫീൻ എന്താ റേസ് ചെയ്തത്? കവിത. കവിത. പിന്നെ കുരുവി. ഓക്കെ, അത്രയും മതി. ഞാനിപ്പോ ഈ വാക്കുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആഹാ, സജ്ജാദ് നല്ല വാക്ക് പറയുന്നു. കരള്. എന്റെ കരളെ. ഞാൻ ഈ വാക്കുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളതൊന്ന് പകർത്തി തരണം നിങ്ങളുടെ നോട്ടിലേക്ക്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതൊരു ഓരോ വരിയായിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ ഓരോ വരിയായിട്ട് എഴുതിയാൽ മതി. 1ാമത്തെ വരിയിൽ കാക്ക, വഴി, പുഴ, കഥ, വീട്, ചായ, വടി, നിറം. ഇതാണ് 1ാമത്തെ വരിയിൽ. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. എന്തായാലും എല്ലാവരും എഴുതണേ. കാക്ക, വഴി, പുഴ, കഥ, വീട്, ചായ, വടി, നിറം. 1ാമത്തെ വരി. ഏതെങ്കിലും വാക്കുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ചാൽ മതി. 1ാമത്തെ വരി പൂർത്തിയായോ? പൂർത്തിയായി. ഇനി 2ാമത്തെ വരിയാണ്. നിങ്ങൾ ഇത് ഇങ്ങോട്ട് പറയേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാവരും എഴുതണേ. ഞാൻ ചോദിക്കുന്ന ആൾ ഇങ്ങോട്ട് പറയണം. 2ാമത്തെ വരി കണ്ടു, മരം, മിഴി, മഴ, മതി, കവിത.
കണ്ടു, മരം, മിഴി, മഴ, മതി, കവിത. അതാണ് രണ്ടാമത്തെ വരി. മൂന്നാമത്തെ വരി മുഖം, പേന, കഥ, റവ, കുട, മഞ്ഞ, കിളി, കാട്. മഞ്ഞക്കിളിക്കാട്, നല്ലൊരു പേര്. മഞ്ഞ കിളി കാട്. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. മൂന്നാമത്തെ വരി മുഖം, പേന, കഥ, റവ, കുട, മഞ്ഞ, കിളി, കാട്. അടുത്തത് നാലാമത്തെ വരിയാണ്, ലാസ്റ്റിലെ വരി എന്ന് പറയാം. കവി, പഴം, സുഖം, കണി, ദുഃഖം, കുരുവി. ഒരിക്കൽ കൂടെ വായിക്കാം. കവി, പഴം, സുഖം, കണി, ദുഃഖം, കുരുവി. ഫസ്റ്റ് ലൈന് കാക്ക, വഴി, പുഴ, കഥ, വീട്, ചായ, വടി, നിറം. അതിൽ കഥ മാത്രമാണ് ആവർത്തിച്ചു വന്നത്. അത് പോട്ടെ, കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. ഒന്നാമത്തെ വരി ഒന്നുകൂടെ വായിക്കാം. കാക്ക, വഴി, പുഴ, കഥ, വീട്, ചായ, വടി, നിറം. ഓക്കെ, ഇനി എല്ലാരും മൈക്ക് ഓൺ ചെയ്യണേ. ക്യാമറ ഓൺ ചെയ്യണ്ട, മൈക്ക് ഓൺ ചെയ്യണം. മൈക്ക് ഓൺ ചെയ്യും. എല്ലാരും മൈക്ക് ഓൺ ചെയ്തോ, കുഴപ്പമില്ല. മഴ പെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. മൈക്ക് ഓൺ ചെയ്തു, ധൈര്യമായിട്ട്. എല്ലാരും മൈക്ക് ഓൺ ചെയ്യ്. ഇനി കുറെ ആൾക്കാർ ചെയ്യണ്ടല്ലോ. എല്ലാരും ചെയ്യും. എന്നിട്ട് എല്ലാരും കൂടെ പാടാൻ പോവാണേ. എല്ലാരും പാടണേ. ഞാൻ നോക്കും ആരാണ് മൈക്ക് ഓഫ് ചെയ്തത്, ആരാണ് പാടാത്തന്നല്ല ഞാൻ നോക്കും. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓദിത്തിത്താരാദിത്തിത്തേ കാക്ക, വഴി, പുഴ, കഥ, വീട്, ചായ, വടി, നിറം, കണ്ടു, മരം, മുഖം, പേന, കഥ, റവ, കുട, മഞ്ഞ, കിളി, കവി, പഴം, സുഖം, ഇതൊന്ന് മൈക്ക് ഓഫ് ചെയ്ത് വേണമെന്ന് സ്വന്തം പാടി നോക്കിയ ധൈര്യം കുറച്ചുകൂടെ വേണം. ആരെങ്കിലും ഒരാളിത് പാടാൻ ധൈര്യം വന്നു? ആർക്കെങ്കിലും ഇത് സ്വന്തമായി പാടാനുള്ള ധൈര്യം വന്നോ? കാക്ക, വഴി, പുഴ, കഥ, വീട്, ചായ, വടി, നിറം. എങ്ങനെ? കണ്ടു, മരം, മിഴി, മഴ, മതി, കവിത. റഫാന, നീ വേറെ പണിക്ക് പോയി. ഓക്കെ, ഇത് ഇനി ഞാൻ നേരത്തെ പാടിയ പാട്ടിലൊന്ന് പാടിയോ? കാഹാദാന്റെ തിരുവാനാമം എന്നുള്ള പാട്ടിലൊന്നും. കാക്ക, വഴി, പുഴ, വീട്, ചായ, കണ്ടു, മരം, മിഴി, മഴ, മതി, കവിത. അവിടെ നിർത്തിയാ മതിയേ. എന്നിട്ട് രണ്ടാമത്തെ പേര് ഒന്നുകൂടെ വേണേ പാടാം. മുഖം, പേന, കഥ, റവ, കുട, മഞ്ഞ, കിളി, കവി, പഴം, സുഖം, കണി, ദുഃഖം, കുരുവി. ഇവിടെ നിങ്ങൾക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ്. എന്തൊക്കെ വാക്കുകളാ വന്നു നോക്കിയേ. കണ്ടു, പറഞ്ഞു, മഴ, പുഴ, മിഴി. ഇതെല്ലാം കൂടെ ഞാനൊരു പ്രത്യേക പാറ്റേണിലാക്കിയപ്പോ അതൊരു നല്ല താളമുള്ള ഒരു പാട്ടായിട്ട് മാറി. ഒരു കവിത പോലെ, അല്ലെങ്കിൽ ഒരു രസമുള്ള പാട്ട് പോലെ മാറി. ശരിയല്ലേ?
നമ്മളുടെ അതെ. ഏത് കാര്യത്തെയും ഒരു താളത്തിലേക്ക് കൊണ്ടുവന്നാലാണ് അതിനൊരു രസമുണ്ടാവും. ആ താളത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ചെയ്തത്, ഞാൻ അതിനൊരു ക്രമം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ വരിയിൽ 16 അക്ഷരങ്ങളും രണ്ടാമത്തെ വരിയിൽ 13 അക്ഷരങ്ങളുമാണ് ഞാൻ കൊണ്ടുവന്നത്. ആ അക്ഷരക്രമത്തിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞ വാക്കിനെ ഇങ്ങനെ വെച്ചപ്പോ അത് മനോഹരമായ ഒരു പാട്ടായി. ഏത് പാട്ട് ഇങ്ങനെ? താലോലം 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 കുഞ്ഞേ താലോലം കേട്ടു നീ ഉറങ്ങണം മോളെ. ഈ പാട്ടിന് നിങ്ങൾ ഒന്ന് ആ, എന്താ പറയാ, അതിലെ വരികൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ. താലോലം മൂന്നക്ഷരം, താലോലം വീണ്ടും മൂന്നക്ഷരം, താലോലം കുഞ്ഞേ, പിന്നെ ഒരു മൂന്നും ഒരു രണ്ടും, പിന്നെ അടുത്തത് വീണ്ടും മൂന്ന്, താലോലം കേട്ടു നീ, വീണ്ടും മൂന്ന് മൂന്ന്, ഉറങ്ങണം വീണ്ടും മൂന്ന്, വാവേ രണ്ട്. അപ്പം മൂന്ന് 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 രണ്ട്, മൂന്ന് 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 രണ്ട് അല്ലേ? ഇത് ഏതാന്ന് പറയുന്നത് കാകളി എന്ന് പറയുന്നൊരു വൃത്ത, സോറി കേക എന്ന് പറഞ്ഞ വൃത്ത. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴേ, ആ ട്യൂണിൽ എഴുതിയൊരു പാട്ടായത്. താലോലം 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 കുഞ്ഞേ, അതാണ് സാധനം. പക്ഷെ ഇതിന് പകരം നിങ്ങൾ മൂന്നക്ഷരമുള്ള വേറെ വാക്കിട്ടിച്ചത്, മൂന്നക്ഷരമുള്ള മൂന്ന് വാക്ക്, ഏതെങ്കിലും വാക്കുകൾ, സന്തോഷം, സങ്കടം, ജീവിതം, ഇങ്ങനെയൊക്കെയുള്ള മൂന്നക്ഷരം വെച്ചത് ഇതേ ട്യൂണിൽ പാടാൻ പറ്റും. സന്തോഷം, സങ്കടം, ജീവിതം മോളെ, ജീവിതം നമ്മുടെ കൂടെയാവാവേ, നല്ല പോൽ പഠിക്കണം, ഇന്ത്യയെ കാക്കണം, യെസ് ഇന്ത്യ കാണുന്ന സ്വപ്നം നീ നോക്കണം, ജീവിതം സന്തോഷം സങ്കടം മോനെ. ഏത് സാധനത്തെ നമുക്ക് ട്യൂണിലേക്ക് മാറ്റാം. അങ്ങനെ ട്യൂണിലേക്ക് മാറ്റാൻ അതിൽ അക്ഷരങ്ങൾക്കനുസരിച്ച് നമ്മൾ അനുസരിച്ച് വാക്കുകൾ വെച്ചെടുത്താൽ മതി. അതുകൊട്ടെ, അതല്ലല്ലോ എന്റെ കടമ. ഇവിടെ ഞാൻ ചെയ്ത ഒരേ ഒരു പണി, ഒരു ഫ്രെയിമിനകത്തേക്ക്, ഒരു ക്രമത്തിനകത്തേക്ക് ഏത് വാക്കുകളെയാണ് വെക്കേണ്ടത് എന്ന് നോക്കിയതാണ്. ആ വാക്കുകളെ കൃത്യമായി വെച്ചപ്പോ അത് വലിയ ഒരു രസമുള്ള താളമായി മാറി. നമ്മളുടെ ജീവിതം, നമ്മളുടെ വിദ്യാഭ്യാസം, നമ്മളുടെ ഭാവി എല്ലാം ഒരു താളത്തിലാവണമെങ്കിൽ, അതൊരു മനോഹരമായ ഗാനം പോലെ ആവണമെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മൾ ഒരു ക്രമം കൊണ്ടുവരിക എന്നതാണ്. ഒരു ഫ്രെയിം. ആ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂടല്ല, പകരം കൃത്യമായി എൻഡ് എന്തായിരിക്കും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഫ്രെയിമിനെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. എന്തായിരിക്കും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, ഈ എനിക്ക് കൃത്യമായി അറിയായിരുന്നു ആദ്യത്തെ വരിയിൽ 13 അക്ഷരവും അല്ല 18 അക്ഷരവും, സോറി, ആദ്യത്തെ വരിയിൽ 16 അക്ഷരവും രണ്ടാമത്തെ വരിയിൽ 13 അക്ഷരവുമുള്ള ഒരു വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് അവസാനം അഹദോന്റെ തിരുനാമം എന്നൊരു ട്യൂണിലേക്ക് എത്തുമെന്ന്. ആ ലക്ഷ്യം കണ്ടുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഫ്രെയിമാണ് നിങ്ങൾക്ക് രണ്ടക്ഷരമുള്ളതോ അല്ലെങ്കിൽ നാലക്ഷരമുള്ളതായിരിക്കുന്ന വാക്കുകൾ തന്നെ പറയണമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ എപ്പോഴോ മൂന്നക്ഷരമുള്ള വാക്കുകൾ മതി എന്ന് പറഞ്ഞു. അത് എന്റെ ഫ്രെയിമിനനുസരിച്ച് കൊണ്ടുപോകാൻ. ഈ ഫ്രെയിം രൂപപ്പെടലും ആ ഫ്രെയിമിനകത്തേക്ക് പറ്റിയ ആളുകളെ പറ്റിയ സ്ഥലത്ത് വെക്കുകയും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയെ നമുക്ക് സിമ്പിളായി വിളിക്കാവുന്ന പേരാണ് ലീഡർഷിപ്പ്. അത് നമ്മളുടെ ജീവിതത്തിനൊരു ലീഡർഷിപ്പ് വേണം, നമ്മളുടെ കുടുംബത്തിനൊരു ലീഡർഷിപ്പ് വേണം, നമ്മുടെ ക്ലാസ്സിനൊരു ലീഡർഷിപ്പ് വേണം, നമ്മളുടെ ലോകത്തിനൊരു ലീഡർഷിപ്പ് വേണം. ഈ ലീഡർഷിപ്പുള്ള എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു പ്രവർത്തനം, അതിന്റെ എൻഡ് എന്തായിരിക്കും, അതിന്റെ ലക്ഷ്യം എന്നൊക്കെ അതിന് വിളിക്കുന്നതാണ്. ആ ലക്ഷ്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഷൻ എന്ന്. ഒരു വിഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മളുടെ പ്രവർത്തനം കൃത്യമാവുകയുള്ളൂ. അപ്പം നമ്മളെ സ്വയം തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസം ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ആ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട്
നമ്മളൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തണം. അതിനെയാണ് വിഷൻ എന്ന് പറയുന്നത്. വിഷൻ വിഷൻ ഇല്ലാത്ത ഒരാൾക്കും നല്ല ലീഡർ ആവാൻ പറ്റില്ല. എന്താണ് ഈ വിഷൻ? എവിടെയാണ് ഈ കാര്യം എത്തിക്കേണ്ടത് എന്നതാണ്. ആ എത്തുമ്പോഴാണ് അതിന്റെ താളം നമുക്ക് മനസ്സിലാവുക. ആ താളം നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് അതിന്റെ മനോഹാരിതയെ പിടികിട്ടുക. അങ്ങനെ ലോകം തന്നെ മനോഹരമായി തീരണമെങ്കിൽ നമ്മൾ ഒരു താളത്തിലേക്ക് എത്തണം. ആ താളമാണ് നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മളുടെ വിഷൻ എന്ന് പറയുന്നത്. ഇതൊരു ബോളാണ് വിചാരിക്കുക. തൽക്കാലം എനിക്ക് കിട്ടിയത് ഈ പാത്രമാണ്, ബോളല്ല. ഞാനിത് നിങ്ങളുടെ ഒരാളെ കൈ തന്നിട്ട് നിങ്ങളോട് അത് എറിയാൻ പറയാം. എറിയുമ്പോൾ ഞാൻ പറയുന്നു നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൂട്ടം, നിങ്ങളൊരു ക്ലാസ് മനസ്സിൽ കാണുക. ഇത് ഓൺലൈൻ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. നിങ്ങളൊരു ക്ലാസ് മനസ്സിൽ കാണുക. ക്ലാസ്സിൽ നിങ്ങളുടെ ആ ബെഞ്ചിൽ തന്നെ ഇരിക്കുന്ന തൊട്ടടുപ്പുറത്തുള്ള, അതായത് നിങ്ങൾ 4 പേര് ഇരിക്കുന്ന ഒരു ബെഞ്ച്, ഒരു ഡെസ്കും ബെഞ്ച്. നിങ്ങൾ ഇങ്ങേ എഡ്ജിലാണ് ഇരിക്കുന്നത്, ഇടത്തെ ഭാഗത്ത് അറ്റത്തിരിക്കുന്നു. നിങ്ങളുടെ വലത്തെ ഭാഗത്ത് അറ്റത്തിരിക്കുന്ന കുട്ടിക്ക് ഈ പാത്രം എറിഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ ഇടലായിരിക്കും. കാരണം അപ്പുറത്ത് മറ്റേ ആൾ ക്യാച്ച് ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ക്ലാസ് റൂമിലെ ലെക്ചർ സ്റ്റാൻഡുള്ള അപ്പുറത്ത് നിൽക്കുന്ന ബ്ലാക്ക് ബോർഡിന്റെ മുകളിലെ നമ്മളുടെ കുട്ടികളുടെ പേരൊക്കെ ക്ലാസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന അവിടെ ഒരു ചെറിയ ഡോട്ട് ഇട്ടിട്ട് അവിടെ കൊള്ളിക്കണമെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഭാവം തന്നെ മാറും. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അതേ ബെഞ്ചിലെ ലാസ്റ്റ് എൻഡിലുള്ള ആൾക്ക് എറിഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വളരെ കൂളായിരിക്കും. കാരണം അപ്പുറത്തെ ആൾ പിടിക്കാനുണ്ട്, നിങ്ങൾക്ക് എറിയാൻ വളരെ എളുപ്പമുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പോയിന്റ് കാണിച്ചു തന്നിട്ട് അവിടേക്ക് എറിയാൻ പറഞ്ഞാല് നിങ്ങൾ ആദ്യം ആലോചിക്കും എനിക്ക് അതിനുള്ള കഴിവുണ്ടോ. ഞാൻ നിർബന്ധിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ മാറ്റും, നിങ്ങളുടെ കാലുകളൊക്കെ മുന്നോട്ട് വെക്കും, എന്നിട്ട് കൈ ഉയർത്തും, എന്നിട്ട് പരമാവധി ഫോഴ്സ് ഇതേപോലെ പുറകോട്ട് കൊടുക്കും. എന്നിട്ട് നിങ്ങൾ ആ സർവശക്തിയും എടുത്തിട്ട് ആഞ്ഞെറിയും. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾക്ക് നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുത്ത ആൾക്ക് അപ്പുറത്ത് ദൂരെ നിൽക്കുന്ന ഒരാളുടെ ആവുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇടുന്നതിന് പകരം നിങ്ങളുടെ എല്ലാ ഫോഴ്സും എടുക്കും. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് 2 സ്ഥലത്തും എറിയാൻ മാത്രമാണ്. പക്ഷേ എറിയാൻ പറഞ്ഞ നിങ്ങൾ 2 രീതിയിലാണ് എറിയുന്നത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾക്കാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ദൂരെയുള്ള ആൾക്കാണെങ്കിൽ നിങ്ങൾ അത് വലിച്ചെറിയുക, അത് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യണമെന്ന ബോധം നിങ്ങൾക്ക് വന്നത് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, എത്തിച്ചേരേണ്ട സ്ഥലം, നിങ്ങളുടെ ഗോൾ, ആ ഗോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട്, ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് നേരത്തെ ഞാൻ ചെയ്ത ഫോഴ്സ് പോരാ എന്നറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഗോളിനനുസരിച്ചായിരിക്കും നമ്മുടെ ആക്ഷൻ ഉണ്ടാവുക, നമ്മുടെ പ്രവൃത്തി ഉണ്ടാവുക. അടുത്താണെങ്കിൽ എനിക്ക് ഇത്ര വളരെ എളുപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾ, ദൂരെ ആണെങ്കിൽ നിങ്ങൾ വളരെയേറെ ശക്തി ഉപയോഗിക്കും എന്നുള്ളതാണ്. അങ്ങനെ ശക്തി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അത് ദൂരെയാണ് എന്ന് മനസ്സിലാവുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മളുടെ വിഷൻ അനുസരിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനാണ് മിഷൻ എന്ന് പറയുന്നത്. ഒരു ലീഡർക്ക് ഉണ്ടാവേണ്ടത് വിഷനും ആ വിഷൻ അനുസരിച്ച് അയാൾ പ്ലാൻ ചെയ്യുന്ന മിഷനുമാണ്. അപ്പൊ പാട്ട് എന്റെ വിഷനായിരുന്നു. ആ പാട്ടിലേക്ക് നിങ്ങളെ കൊണ്ട് 2 വാക്കും 4 വാക്കും പറയിപ്പിച്ചത് എന്റെ മിഷനായിരുന്നു. ഒരു ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യം വിഷൻ ആൻഡ് മിഷൻ. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഈ ഒരു കാലത്ത് ഈ ആൾക്കാർ ഇങ്ങനെ ലെഫ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇസാന ബോറടിക്കുന്നുണ്ടായിരിക്കുമോ? നിർത്തറായ പറയണേ, എന്താ അവസ്ഥ? ഇല്ല. ആ, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കില്ലേ? അതെ അതെ. ഓക്കെ, എന്താ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, മഴയത്തെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ നമ്മൾക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് വിഷനും മിഷനുമാണ്. ആ വിഷനും മിഷനും ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയുന്നതിനോടൊപ്പം നിങ്ങൾ ആസ് എ സോഷ്യൽ ബീങ്, ഒരു സൊസൈറ്റിയുടെ ഭാഗം എന്ന നിലക്ക് നിങ്ങൾ ഈ സാമൂഹ്യ സൃഷ്ടിയിൽ ഇടപെടേണ്ടവർ കൂടിയാണ്. നമുക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ഈ നമ്മളുടെ ലോകത്തുണ്ട്. നമ്മൾ കേരളത്തെ കണ്ടുകൊണ്ടല്ല ഒരു ക്ലാസ് റൂമിനെ കാണേണ്ടത്, കേരളത്തെ കണ്ടുകൊണ്ടല്ല ഒരു ജീവിതത്തെ കാണേണ്ടത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഓരോ അവസരത്തെയും
ഇതേപോലെ അവസരം കിട്ടാത്ത കുറെ ആളുകൾക്ക് കൂടി കിട്ടേണ്ടതായിരുന്നു എന്ന കാഴ്ചപ്പാട് ആ വിഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് നമുക്ക് മാറുന്നു. അത് നമ്മളുടെ സോഷ്യൽ ആക്ഷനാണ്, അല്ലെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേര് സോഷ്യൽ ലീഡർഷിപ്പ് എന്നാണ്. സോഷ്യൽ ലീഡർഷിപ്പ് പ്രത്യേകിച്ച് എസിന്റെ പോലുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഒരു സോഷ്യൽ ലീഡർഷിപ്പാണ്. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് വേണ്ടിയേ അല്ല. പകരം 2030 ഇന്ത്യ എന്തായിരിക്കണമെന്ന വിഷനോട് കൂടിയാണ്. അവിടെ ആ വിഷൻ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ റോഡരികിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കാണണം. ആ വിഷൻ നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ സ്കൂളിൽ പോവാൻ വയ്യാതെ വിശപ്പിന് വേണ്ടിയിട്ട് കൈ നീട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കാണണം. ആ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആദിവാസി മേഖലയിലുള്ള മര്യാദയ്ക്കുള്ള ആരോഗ്യം ലഭിക്കാത്ത കുട്ടികളെ നിങ്ങൾ കാണണം. പോഷകാഹാരക്കുറവ് മൂലം ഇന്നല്ലോ ഇന്ത്യയിൽ 6500 ആളുകൾ ഓരോ ദിവസവും മരിച്ചു പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ കാണുന്നു. എന്നിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയല്ല. നമ്മളൊക്കെ വലിയ തെറ്റിദ്ധാരണയാണ്, നമ്മളൊക്കെ പഠിക്കുന്നത് അവനവന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി പഠിക്കേ വേണ്ട. പകരം നിങ്ങൾ പഠിക്കേണ്ടത് ചേരികളിലൊക്കെ പഠിക്കാൻ പോവാൻ കഴിയാതെ, നിങ്ങളുടെ കൺമുൻപിൽ പോലും ഒരു പക്ഷേ പഠിക്കാൻ പോകാൻ കഴിയാതെ, സാമ്പത്തികമായി തങ്ങൾക്ക് നമുക്കൊക്കെ ലഭിച്ച സൗഭാഗ്യങ്ങൾ കിട്ടാതെ പഠിക്കാൻ വേണ്ടിയുള്ള അവസരം കിട്ടാത്ത കുട്ടികളെ പഠിപ്പിക്കാനുള്ള അധ്യാപകരാവാൻ നിങ്ങൾ പഠിക്കും. പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ചികിത്സ നൽകാനുള്ള ഡോക്ടറാവാൻ നിങ്ങൾ പഠിക്കണം. നീതി നിഷേധിക്കപ്പെട്ട ഒരു വലിയ ജനവിഭാഗത്തിന്റെ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കോടതികളിൽ വാദിക്കാനായി സൗജന്യമായി ഞാൻ വാദിക്കാമെന്ന് പറഞ്ഞ് ബഷീർ വക്കീലിനെ പോലെയുള്ള, ബാംഗ്ലൂരിലെ കാർ അപകടത്തിൽ മരിച്ചുപോയ ബഷീർ വക്കീലിനെ പോലെയുള്ള വക്കീലുകളെ ഇന്ന് നമ്മുടെ നാടിന് ആവശ്യമുണ്ട്. അതുപോലെ ഞാനാവാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ഒരു ശാന്തിക്ക് വേണ്ടി, നിങ്ങളുടെ ഒരു തലോടലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ത്യ ഒന്നാകെ ഉണ്ട്. അവരുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി, അവർക്കുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരുപാട് ചെറുപ്പക്കാര് IAS ലഭിച്ചും IPS ലഭിച്ചൊക്കെ ഈ ഇന്ത്യയിൽ പല ഭാഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തില് നിങ്ങളുടെ പേരും കൊത്തിവെക്കപ്പെടണം. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കണം. അങ്ങനെയാണ് സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയാം. ഈ ലോകത്ത് ഇന്ന് വേണ്ട സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്നത് കൃത്യമായ വിദ്യാഭ്യാസവും തൊഴിലുമാണ്. പല കാരണങ്ങൾ കൊണ്ട് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരുപാട് വിഭാഗങ്ങളുണ്ട്. സാമുദായികമായി സൈഡ് ലൈൻ ചെയ്യപ്പെട്ടവരുണ്ട്, ജാതീയമായി സൈഡ് ലൈൻ ചെയ്യപ്പെട്ടവരുണ്ട്. എനിക്ക് കൃത്യമായി പറയാൻ പറ്റും, ഞാനൊക്കെ ഫസ്റ്റ് ജനറേഷൻ ലേണറാണ്. എന്റെ തറവാട്ടിലെ തന്നെ ആദ്യത്തെ ഡിഗ്രിക്കാരനാണ് ഞാൻ. എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ആദ്യത്തെ ഡിഗ്രിക്കാരനായ ആളാണ് ഞാൻ എന്നത് എന്റെ അടുത്ത തലമുറയ്ക്ക് എത്രമാത്രം ഗുണം കിട്ടുമെന്ന് അറിയാം. കാരണം എന്റെ ഉപ്പ അന്ന് 10ാം ക്ലാസ് എന്ന് പറയുന്നത് വലിയ വിദ്യാഭ്യാസമാണ്. 10ാം ക്ലാസ്സിൽ എത്തി തോറ്റുപിടിക്കുകയാണ്. എന്റെ ഉമ്മ സ്കൂളിൽ പോയിട്ടേ ഇല്ല. ഞാൻ അന്ന് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന എന്റെ നാട്ടിലെ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ആ സ്കൂളിലെ 10 ജെ ക്ലാസ്സിൽ നിന്ന് ആകെ 4 പേരെ ജയിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് ജയിച്ചവർ 4 പേര്. 10ാം ക്ലാസ് ജയിച്ചു പോയി എന്നത് സങ്കടമായി കണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ. 10ാം ക്ലാസ് ജയിച്ചു പോയ സങ്കടം. കാരണം എന്താ പറയുക, 10ാം ക്ലാസ് തോറ്റ എന്റെ കൂട്ടുകാരൊക്കെ പല ജോലിക്ക് പോയിട്ട് അവർ പെരുന്നാളിലെ പുതിയ ഉടുപ്പിട്ടൊക്കെ വരുമ്പോ എനിക്ക് ഉപ്പാന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് പുതിയ ഉടുപ്പില്ല. അവരെന്നിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സങ്കടപ്പെടും. ഞാൻ ജയിച്ചതുണ്ട്, ഞാൻ ഇപ്പോഴും പഠിക്കാൻ അവരൊക്കെ ജോലി നേടി. അവര് ജോലി എന്ന് പറഞ്ഞാൽ അവരോരോ പലതരം ജോലി കേട്ടോ. തേങ്ങാപ്പണി ഉണ്ടായിരുന്നു, ലോറിയിൽ ക്ലീനറായിട്ട് പോകും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ലോറി ക്ലീനറായി പോകുന്ന എന്റെ സുഹൃത്ത് അൽത്താഫൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഷെരീഫ് എന്ന് ലോറി ഇങ്ങനെ ആക്കുമ്പോൾ എനിക്ക് ചങ്കിടിക്കായിരുന്നു, ഭയങ്കര സങ്കടം തോന്നിയത്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ അനുഭവിച്ചു. പ്രീ ഡിഗ്രിയും ജയിച്ചതുകൊണ്ട് ഡിഗ്രിക്ക് പോയി ചേർന്നു. ഡിഗ്രി ചേർന്നതോടുകൂടി ഞാൻ നാട്ടുകാരുടെ അടക്കം ഒരു വൃത്തികെട്ട ചങ്ങായി. 18 വയസ്സായിട്ട് ഇപ്പോഴും ST കൊടുത്ത് പുസ്തകവും പിടിച്ച് പോവുക. നിങ്ങൾക്കിതൊന്ന് പറഞ്ഞാൽ പക്ഷെ മനസ്സിലാവുമല്ലോ, തള്ളാണ് വിചാരിക്കുന്നത്. പക്ഷെ ഞാനൊക്കെ അനുഭവിച്ചതാണ്. കാരണം എന്റെ കൂട്ടുകാരൊക്കെ ജോലി ചെയ്ത് കുടുംബം പോറ്റുമ്പോ ഞാൻ പഠിക്കാന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകമായിട്ട് പോവുകയാണ്. പക്ഷെ ഇപ്പൊ ആ ഖേദം മുഴുവനും മാറി.
അന്ന് ഡിഗ്രി എടുത്ത് വന്നപ്പോ എന്റെ ഉപ്പ എന്നോട് പറഞ്ഞൊരു വാക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് വാക്കാണ്. എന്താ പറഞ്ഞറിയോ? നമ്മളുടെ തറവാട്ടില്, അതായത് വലിയൊരു കുടുംബം, വലിയ തറവാട് എന്ന് പറയുന്നതൊക്കെ ഞങ്ങൾ അഹങ്കാരത്തോട് പറയുന്നതാണ്. കുറെ പേരുണ്ട് വല്യമ്മക്കും വല്യപ്പായൊക്കെ ആയിട്ട്. അവർ പറയും ആ കുടുംബത്തിൽ ആരും ഒരു ഡിഗ്രിക്കാരില്ല. നമ്മളുടെ കുടുംബത്തിൽ ആദ്യത്തെ ഡിഗ്രിക്കാരനാണ്. ഇപ്പൊ ഞാൻ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് കാരണം കൊണ്ട് വൈകിപ്പോയി. പക്ഷെ ഞാൻ ഡോക്ടറേറ്റ് എടുക്കാനുള്ള കാരണം പറയുന്നത് എന്റെ പെങ്ങളെ മോന് JRF കിട്ടും. അവന്റെ PhD വെക്കുന്നതിന് മുമ്പേ എനിക്ക് PhD വെക്കണം. കാരണം എന്റെ തറവാട്ടിൽ ആദ്യത്തെ PhD എനിക്കാണ്. പക്ഷെ അവൻ ഡോക്ടറേറ്റ്, അവന് JRF കിട്ടിയത് എനിക്ക് ഉറപ്പാണ്. ഞാൻ പഠിച്ചത് കൊണ്ട്. എന്റെ പെങ്ങളെ മക്കൾക്ക് പലർക്കും ഇപ്പൊ ഹൈസ്കൂൾ അധ്യാപകരായിട്ട് ജോലി കിട്ടി. അത് ഞാൻ പഠിച്ചത് കൊണ്ടാണ്. കാരണം ഏത് തരത്തിലുള്ള പഠനം കൊടുക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റി. അവരുടെ വിഷൻ എനിക്ക് പറയാൻ പറ്റി. അതുകൊണ്ട് നിങ്ങളുടെ സേവനം ഒരു വീട്ടിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും അതുപോലും സോഷ്യലാണ്. അതുകൊണ്ട് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ ലീഡർഷിപ്പാണ് നടത്തേണ്ടത്. ആ ലീഡർഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമുള്ള കാലത്താണ് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മളുടെ സമൂഹത്തിന് വിദ്യാഭ്യാസവും തൊഴിലും ലഭ്യമാണ്. വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അതിനുള്ള അവസരങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തുക, ആ അവസരങ്ങൾ നമ്മൾ സ്വയം സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയും ചെയ്യുക. ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു. കോളേജുകൾ എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള കോടഞ്ചേരി ഗവൺമെന്റ് കോളേജോ കോഴിക്കോട് ആർട്സ് കോളേജോ ഒന്നും അപ്പുറത്തുള്ള കോളേജിന്റെ ഒരു ലോകം പോലും ഞങ്ങൾ തിരിച്ചറിയില്ലായിരുന്നു. സിവിൽ സർവീസ് എന്ന പരീക്ഷയെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യമുള്ള കാലത്ത് ജീവിച്ച് നിങ്ങൾ ആ ഭാഗ്യങ്ങളിൽ ഒന്നുപോലും ഉപയോഗിക്കുന്നില്ല എങ്കിൽ ലോകം നിങ്ങളെ നോക്കി എന്നും വിളിച്ചുകൊണ്ടേയിരിക്കും, ഒരു മന്ദനത പോകുന്നു, ഒരു മണ്ഡ്യത പോകുന്നു. കാരണം അവസരങ്ങളെ ഉപയോഗപ്പെടുത്താത്തവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ. ഞാൻ ഒരു രണ്ട് തിയറി കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടിയാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് വേണ്ട ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട, ടീം ബിൽഡിംഗ്. നമ്മള് പണ്ടൊക്കെ ആയിരുന്നുവെങ്കിൽ അധികാരങ്ങളെ അംഗീകരിച്ചിരുന്ന ആളുകളെ കാരണവന്മാർ പറഞ്ഞാൽ കേൾക്കും, അധ്യാപകർ പറഞ്ഞാൽ കേൾക്കും, അച്ഛനമ്മയും പറഞ്ഞാൽ കേൾക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. അതൊരു മോശമല്ല, അത് പോസിറ്റീവാണ്. കാരണം അവർ ഓരോരുത്തരും സ്വയം പര്യാപ്തരായ ആളുടെ മുകളിൽ അധികാരം വർക്ക് ചെയ്യില്ല. പകരം അവരുടെ വർക്ക് ചെയ്യുക കൂടെ നിൽക്കലാണ്. കാമ്യു പറഞ്ഞതുപോലെ നിങ്ങൾ എന്റെ മുൻപിൽ നടക്കരുത്, എനിക്ക് പിന്തുടരാൻ താല്പര്യമില്ല. അതാണ് എല്ലാ യുവാക്കളും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്റെ പുറകിൽ നടക്കരുത്, നിങ്ങൾ ഫോളോവറാക്കാൻ, അതായത് എന്റെ പിന്തുടർച്ചക്കാരനാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നിങ്ങൾ എന്നോടൊപ്പം വരൂ, നമുക്ക് ഒരുമിച്ച് നടക്കാം. അതാണ് ടീം ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്ത് വേണ്ടത് ഒരു ടീം ലീഡർഷിപ്പാണ്. ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരുമിച്ച് ചേരുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. പക്ഷേ ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ എല്ലാവരും അവരവരുടെ റോളുകൾ കൃത്യമായി നിർവഹിക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ടീം എന്ന്. നീ എന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല. പകരം വാ നമുക്ക് ചെയ്യാം എന്നാണ് പറയേണ്ടത്. പക്ഷേ ആ നമുക്ക് ചെയ്യാം എന്ന് പറയാൻ ഒരാൾ വേണം. ഏതൊരു ടീമിനും വേണം. നമുക്ക് ചെയ്യാം എന്ന് പറയാൻ ആ ലീഡറാണ് യഥാർത്ഥ ലീഡർ. അതുകൊണ്ട് ആ ലീഡറെ ടീം ആയതുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റിയത് ക്യാപ്റ്റൻ എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ അതിന്റെ റിസൾട്ട് ഒരു പക്ഷേ കിട്ടുക ക്യാപ്റ്റൻ ആയിരിക്കും. പക്ഷേ വിജയം മുഴുവനും ടീമിന്റെ പേരിലായിരിക്കും. അർജന്റീന ജയിച്ചത് ഡി മരിയ ഗോൾ അടിച്ചിട്ടാണ്, അല്ലേ? ഡി മരിയയുടെ ഗോളായിരുന്നു ലോകം മുഴുവനും ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ ആരും പറഞ്ഞിട്ടില്ല ഡി മരിയ ജയിച്ചു എന്ന്. പകരം ആരാ ജയിച്ചത്? അർജന്റീനയാണ് ജയിച്ചത്. അതാണ് ടീം എന്ന് പറഞ്ഞത്. അവിടെ ഗോളിയുടെ ഒരു റോളുണ്ട്, ഡിഫൻഡറുടെ റോളുണ്ട്, ഫോർവേഡിന്റെ റോളുണ്ട്, അല്ലേ? ഗോളി മരിയ ഗോളടിച്ച്, മെസ്സി പണ്ടേ ഗോളടിക്കുന്നു. എന്റെ പേര് പോലും ആരും പറയുന്നില്ലല്ലോ. ഞാനൊരു ഗോളടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ബോളും കൊണ്ട് ഫോർവേഡ് അങ്ങ് പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ആരായിരുന്നു തോൽക്കുക? ഇഗ്വിറ്റ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ, എൻ എസ് മാധവൻ അതൊരു കഥയാക്കി എഴുതിയിട്ടുണ്ട്. ഹിഗ്വിറ്റ ഇതേപോലെയായിരുന്നു അത്ര. പിന്നെ കൊളംബിയൻ ഗോളിയായിരുന്നു അദ്ദേഹം. ഗോൾ പോസ്റ്റിൽ നിന്ന് പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ മിഡിലേക്കും അത് കഴിഞ്ഞിട്ട് ഫോർവേഡിലേക്കും ഒക്കെ പോകുമായിരുന്നു.
അങ്ങനെ ഒരിക്കൽ പോയപ്പോ സെൽഫ് ഗോൾ അടിച്ചിട്ടാണ് കൊളംബിയ ഫൈനലിൽ നിന്ന് പുറത്തേക്ക് പോയത്. കാരണം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ക്യാപ്റ്റൻ ആവുക, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ നിർവഹിക്കുക. അപ്പോഴാണ് നമുക്കൊരു ടീമിന്റെ വിജയം ഉണ്ടാവുക. അപ്പൊ ഒരു ലീഡർക്ക് ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ മുന്നിൽ നിൽക്കാനുള്ള ക്യാപ്റ്റൻ ആവാനുള്ള കപ്പാസിറ്റിയാണ്. ക്യാപ്റ്റൻ ആവാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ ക്യാപ്റ്റൻ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാനുള്ള കപ്പാസിറ്റി. ഇനി ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്ന് ചോദിച്ചാൽ LEADER, അതാണല്ലോ ലീഡർ. ആ ലീഡറെ തന്നെ നിങ്ങൾക്ക് അതേപോലെ എടുത്താൽ നിങ്ങൾക്ക് കൃത്യമായി അതിന് ഉത്തരം കിട്ടും. LEADER, അതാണ് ലീഡർ. ഞാൻ അതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ മാത്രം തരാം. എന്താണ് ലീഡർ എന്നതിലെ ആ LEADER എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. L എന്ന് പറയുന്നത് ലിസണറാണ്. ഇന്നത്തെ കാലത്ത് ആർദ്രമായൊരു ഹൃദയമാണ് ഏതൊരു നേതാവിനും വേണ്ടത്. കാരണം മറ്റുള്ളവരെ കേൾക്കാൻ ആർദ്രമായ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. നല്ല ഒരു ശ്രോതാവും. നമുക്ക് ഒരു വായും രണ്ട് ചെവിയാണെന്നത്. നമുക്ക് പക്ഷെ പറയാനാണ് കൂടുതൽ ഇഷ്ടം, കേൾക്കാൻ ഇഷ്ടമല്ല. ഒരു നല്ല കേൾവിക്കാരനായ നിങ്ങൾ ഏത് മേഖലയിലെയും നല്ല വ്യക്തിത്വമായിട്ട് മാറും. രണ്ടാമത്തേത് എനർജറ്റിക് ആവുക. എവിടെ ആയാലും ഞാനുണ്ട്, ഞാൻ ചെയ്തോളാം, ഞാൻ ആയിക്കോളാം. ആ എനർജി ഇല്ലാത്ത ആളുകൾ അങ്ങനെ ചടങ്ങിരുന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവർ അടങ്ങി ഒതുങ്ങി ഇരിക്കത്തേ ഉള്ളൂ. അവർ ഒരിക്കലും വിജയിക്കില്ല. അതുകൊണ്ട് ലിസണർ, എനർജറ്റിക്. മൂന്നാമത്തേത് ഏബിൾ. നമ്മളുടെ കഴിവുകളെ സ്വയം കണ്ടെത്തുകയും അത് കണ്ടെത്തിയിട്ട് ആ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ളതായിരിക്കുന്ന കഴിവ് ആർജിക്കുകയും ചെയ്യുക എന്നതാണ് എബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രകടിപ്പിക്കാൻ കഴിയാത്ത എബിലിറ്റികളെല്ലാം ഡിസെബിലിറ്റികളാണ്. അതുകൊണ്ട് പരമാവധി ഡിസേബിളുകളാവാതെ ഏബിൾ ആവാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്ന് ഡെമോക്രാറ്റിക്. ഇന്നത്തെ ലോകത്ത് ഞാൻ പറഞ്ഞു, അനുസരിക്കുന്നവരല്ല വേണ്ടത്, പകരം നമുക്ക് ചെയ്യാമെന്ന് പറയുന്നവരാണ്. അതിനെയാണ് നമ്മുടെ ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. ഡെമോക്രാറ്റിക് ആവുക. മൂന്നാമത്തേത് എംപതറ്റിക്. ഈ ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. ഈ എമ്പതി എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടോ, നിങ്ങൾ ആവേണ്ടത് എംപതറ്റിക്. എമ്പതി എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നതാണ്. സിമ്പതി കൊണ്ട് ഈ ലോകത്തൊരു ഗുണവുമില്ല. ഒരു കാല് വയ്യാത്ത ഒരാളെ കാണുമ്പോ അയ്യോ പാവട്ടോ, എന്ത് കാര്യം ആൾക്ക്, നിങ്ങൾ പാവെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? നിങ്ങൾക്ക് എമ്പതി ഉണ്ടെങ്കിൽ ആ ആളുടെ കാല് ഞാൻ ആവേണ്ടതുണ്ട് എന്ന ബോധമാണ് എമ്പതി ഉണ്ടാവുക. നിങ്ങൾ അയാളെ പോകും, അയാളുടെ കൈ പിടിക്കും, അയാളുടെ കൈയെടുത്ത് തോളിൽ വെക്കും, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തിക്കും. കണ്ണ് കാണാത്ത ഒരാളെയും കൂട്ടി നിങ്ങൾ കടൽ തീരത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവനെ വെള്ളത്തിലേക്ക് കുന്തിയിടും. അവൻ വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ബാക്കിയുള്ളവർ നിങ്ങളെ ക്രൂരനെന്ന് വിളിക്കും. പക്ഷേ ജീവിതകാലം മുഴുവനും എന്നെ കടല് കാണിച്ചത് സാജിദായിരുന്നു, മുസ്തഫയായിരുന്നു, ലിനിഷയായിരുന്നു, റാഷിദയായിരുന്നു എന്ന് അവനോ അവളോ എന്നും ഓർത്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ എംപതി എന്ന് പറയാം. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റും. ലാസ്റ്റ് റീച്ചബിളും റെസ്പോൺസിബിളും ആവാം. ആർക്കും എപ്പോഴും നിങ്ങളെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ വളരുക. ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും അത് നിർവഹിക്കാൻ തയ്യാറാവുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ലീഡർ ആവും. L for listener, E for energetic, A for able, D for democratic, next E empathetic, last R reachable and responsible. നിങ്ങൾക്ക് തീർച്ചയായും അങ്ങനെ ഒരു ലീഡർ ആവാൻ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ വിളിച്ചതിന് അക്ഷയോടും സ്വാഗതം പറഞ്ഞ ഹിസാനയോടും നന്ദി പറയുന്നു. എന്റെ വാക്കുകളൊക്കെ കേട്ടു നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. അല്പസമയം കൂടി നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്കവിടെ നിൽക്കാം, പിന്നെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അല്പസമയം കൂടി തുടരാം. ഓക്കെ, താങ്ക് യു. സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ആക്കി നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ക്ലാസ്സുകളുടെ ബോറായിട്ടുണ്ടെങ്കിലോ നന്നായിട്ടുണ്ടെങ്കിലോ ഒക്കെ ആ ഒരു കമന്റ് ചെയ്യാട്ടോ. എനിക്ക് മോട്ടിവേഷനോ ഡിമോട്ടിവേഷനോ ഒക്കെ ആവില്ല.
പെട്ടെന്ന് കഴിഞ്ഞ പോലെ 6:06 1 മണിക്കൂർ സമയമില്ല, 1 മണിക്കൂറിലധികം. ഓക്കെ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും ഇരിക്കാം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യം ഡാറ്റ ദാരിദ്ര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ സമയത്ത് നമ്മൾ വല്ലാതെ നീണ്ടു പോകുമ്പോൾ ഡാറ്റ പ്രശ്നം ഉണ്ടാവും. കുറെ പേര് ഇപ്പം തന്നെ പിരിഞ്ഞു പോയി. ഒന്നുകിൽ ഡാറ്റ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, എല്ലാവർക്ക് നെറ്റ് കിട്ടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഹൗ ഫേസ് ദ സാജിദ് നെഗറ്റീവ് ചോദിക്കുന്നു. പീപ്പിൾ വെൽ. ആ നെഗറ്റീവ് പീപ്പിളിനെ നമുക്ക് എങ്ങനെ, ഞാൻ ഒന്ന് അതിനടുത്ത് ഒരു സെക്കൻഡ്. നെഗറ്റീവ് പീപ്പിൾ വൈൽ ഡ്രീം അച്ചീവ്. ഈ നമ്മള് യഥാർത്ഥത്തില് നമ്മളുടെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് അയാളുടെ മോട്ടീവ് എന്നാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുഴപ്പം എന്താണെന്നറിയോ? മൊത്തത്തിൽ ആരാന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണ് മലയാളികൾ എന്ന് പറയാം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വീടൊക്കെ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് തിന്നാൻ വേണ്ടി മാത്രം നല്ല പ്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മളൊരു വൃത്തിയില്ലാത്ത പഴയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കും. മറ്റുള്ളവർ വരുമ്പോൾ വിരിക്കാണ്ട് നല്ല വിരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പഴയ വിരിപ്പ് എടുത്തിട്ട് വിരിക്കും. വീടിന്റെ പുറത്ത് നല്ല പെയിന്റ് അടിക്കും, വീടിനകത്ത് മോശം പെയിന്റ് അടിക്കും. വീടിന്റെ ഗേറ്റിൽ നല്ല ലൈറ്റുകൾ വെക്കും, വീടിനകത്ത് ഇരുട്ടായിരിക്കും. ഇത് മലയാളിയുടെ ഒരു സ്വഭാവമാണ്. മൊത്തം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സക്സസിനേക്കാൾ അപ്പുറം മറ്റുള്ള സക്സസിൽ സന്തോഷിക്കാൻ മലയാളിക്ക് പറ്റൂല. ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ്. അങ്ങനെയുള്ള ആളുകളാണ് പൊതുവെ നമ്മള് ഈ നെഗറ്റീവ് ഡയലോഗ്സ് മറ്റുള്ളവരുടെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നമ്മുടെ പാരന്റ്സ് അടക്കം പ്രധാനപ്പെട്ട ആൾക്കാരാണ്. നമ്മളിങ്ങനെ വലിയ സ്വപ്നങ്ങൾ, ബിഗ് സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് ബിഗ് തിങ്കിങ് ആണ് ലോകത്തെ വിജയിച്ച ആളുകൾ മുഴുവൻ ചെയ്തത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ പക്ഷിയെ ഞാൻ പറപ്പിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത്. 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ലെക്ചറുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ക്ലാസ്സിലെ ടീച്ചർ ഒരു ബോർഡിൽ ഒരു പക്ഷിയെ വരച്ചു. ഇത് പറക്കുന്ന പക്ഷിയാണെന്ന് പറഞ്ഞപ്പോ എന്തൊരു കുട്ടി ചോദിച്ചു, ഈ പക്ഷി പറക്കുമോ? അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇത് ബോർഡിലെ പക്ഷി അതുകൊണ്ട് പറക്കില്ല, അല്ലാത്ത പക്ഷികൾ പറക്കും. ബോർഡിലെ പക്ഷിയെ പറത്തിയാൽ എന്താ, ബോർഡടക്കം പറത്തിയാൽ പോലെ എന്ന് ചോദിച്ചൊരു പയ്യനായിരുന്നു APJ അബ്ദുൽ കലാമായിട്ട് പിന്നീട്. അതുകൊണ്ട് ബാക്കിയുള്ളവർ എന്ത് പറയുന്നു, അതായത് MEV സിൻഡ്രോം എന്നാണ് നമ്മൾ അതിനെ തമാശ വിളിക്കാറ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊരു സിൻഡ്രോം. ഈ സിൻഡ്രോമിനെ കാണുക മലയാളി പൊതുവെ ഈ MEV സിൻഡ്രോം ഭയങ്കരമായിട്ടാണ്. എന്റെ വീടിനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്റെ ഭാര്യയെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്റെ ഭർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഈ സാധനം അപ്പൊ തന്നെ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ ബാധിക്കുകയില്ല. മറ്റുള്ളവരല്ല എന്റെ ജീവിതത്തെ നിശ്ചയിക്കുന്നത്, ഞാനാണ് എന്റെ ജീവിതത്തെ നിശ്ചയിക്കുന്നത് എന്ന് തീരുമാനിച്ചു. അപ്പൊ നമുക്ക് ഏത് നെഗറ്റീവിനെയും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് എന്റെ വിജയമല്ല എന്ന് തീരുമാനിച്ചാൽ എനിക്ക് അവരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പലപ്പോഴും പറയാറുണ്ട്, ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ലടാ എന്ന് പറഞ്ഞ മാഷ മുമ്പിലേക്ക്, മാഷെ ഞാനിപ്പോ ട്രെയിനിങ് കോളേജിൽ വർക്ക് ചെയ്യട്ടോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പം ആ മാഷയുടെ മുഖത്ത് കാണുന്ന ജാണ്യമാണ് ഞാൻ ഏറ്റവും സന്തോഷപ്പെടുത്തുന്ന സന്തോഷം. അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവരുടെ മുമ്പിലേക്ക് പോസിറ്റീവായിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ജീവിതം നമ്മളുടെ മാറും. ഓക്കെ, ഇസാന നമ്മൾ അവസാനിച്ചാൽ, ഇസാന എവിടെയാ പഠിക്കുന്നത്? ഞാൻ MESS മാബി കോളേജ് കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ ജില്ലയിൽ. ഓക്കെ. സാജിദ് എവിടെയാ? ചെർപ്പുളശ്ശേരി, പാലക്കാട് ജില്ല. ചെർപ്പുളശ്ശേരി. ഓക്കെ. ഞാൻ ആ വഴിക്ക് വന്നിട്ടുണ്ട്, ചെർപ്പുളശ്ശേരിയിലൊക്കെ വരാറുണ്ടായിരുന്നു. അവിടെയുള്ള ഏതൊരു സ്ഥാപനത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ബാക്കിയുള്ളവർ പോയി തുടങ്ങിയിട്ടുണ്ട് ഇസാന, ഞാൻ ചോദിക്കുന്നു കരുതിയിട്ട്. നമുക്ക് അവസാനിപ്പിക്കായിരുന്നല്ലേ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായി? ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പറയാറുണ്ട് എ ലീഡർ നീഡ്സ് എ വിഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ശരിക്കും ആ വിഷനും മിഷനും വളരെ കൃത്യമായി നമുക്ക് ഇന്ന് പറഞ്ഞു തന്നു സാർ എന്താണ്. ശരിക്കും അതിനൊരു വിഷൻ നമുക്ക് കിട്ടി. പിന്നെ എന്താണ്, നമുക്ക് വളരെ നല്ല ലിസണർ ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, ഏബിൾ ആയിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, എംപത്തറ്റിക് ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള, റീച്ചബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും മാറാം.
നാളെയുടെ ഏറ്റവും നല്ല ലീഡേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മുന്നേറാം. അതിന് നമുക്ക് നല്ലൊരു വിഷൻ തന്ന ഷെരീഫ് സാറിന് ഒരുപാട് താങ്ക്സ്. ശരിക്കും ഹൃദയത്തിൽ നിന്നും താങ്ക്സ്. കാരണം നമ്മള് എന്താ പറയാ, ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ നമ്മൾ പോലും വളരെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെയാണ് ശരിക്കും നമ്മൾ ആ ഒരു മണിക്കൂർ പോയത് പോലും അറിയാതിരുന്നത്. സോ താങ്ക് യു സോ മച്ച് സർ. പിന്നെ ഇവിടെ ആക്റ്റീവായിട്ട് ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച എല്ലാവരോടും താങ്ക് യു. അപ്പോൾ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, വെൽക്കം. കീപ് ഇൻ ടച്ച്. താങ്ക് യു. ഷുവർ സർ, ഷുവർ.